നമ്മളുടെ പ്രാർത്ഥന എളുപ്പം ദൈവസന്നിധിയിൽ എത്താനുള്ള ഒരു വഴി ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇനിയും ഈ ബൈബിളിനകത്ത് ഇനിയും നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങൾ ഇനിയും കിടപ്പുണ്ട്. ഈ വിഷയം ഞാനിത് കിട്ടാനുള്ള കാരണം, ഒരിക്കൽ പ്രാർത്ഥനയിൽ ഞാനിങ്ങനെ ഓർത്തു, ദൈവം തൻ്റെ മക്കളിലേക്ക് അനുഗ്രഹം വരാനുള്ള ഒരുപാട് വഴികൾ, ഒരു വഴിയല്ല ഒരുപാട് വഴികൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളത് അത്രയും കാര്യമായിട്ട് അത് വായിക്കാത്തത് കൊണ്ട് ഇത് പലർക്കും നമുക്കത് വെളിപ്പെട്ട് കിട്ടില്ല. പക്ഷെ ചില സമയങ്ങൾ ദൈവസന്നിധിയിൽ ചെലവിടുമ്പോൾ, ചില മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ നമ്മൾ മാറ്റിവെക്കുമ്പോൾ, ചില ദൈവവചനങ്ങളിൽ ഇന്നുവരെ ആരും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ആത്മീയ വഴി, അനുഗ്രഹം കിട്ടാനുള്ള ഒരു വഴി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് എനിക്ക് കാണാനിടയായി. അത് ബൈബിളിൽ പുറപ്പാട് പുസ്തകത്തിൽ 32-ാം അധ്യായമാണ്. ഇത് വളരെ ശ്രദ്ധയോടെ കേട്ടാൽ നിങ്ങൾക്കത് ഒരുപാട് പ്രതീക്ഷയും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ വേഗത്തിൽ ദൈവം ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ബൈബിളിൽ ഇതുപോലെ പ്രാർത്ഥിച്ച ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം വേഗത്തിൽ ഇടപെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ മോശ സീനായ് മലയിലേക്ക് കയറിപ്പോയ സംഭവമാണ്. മോശ സീനായ് മലയിൽ കയറിപ്പോയി. മലയിൽ കയറിയിട്ട് നിശ്ചിത സമയം കഴിഞ്ഞിട്ടും മോശ സീനായ് മലയിൽ നിന്ന് ഇറങ്ങി വരാത്തൊരു സമയം ഉണ്ടായപ്പം ഈ മലയുടെ അടിഭാഗത്ത് നിന്ന, താഴ്ഭാഗത്ത് നിന്ന ജനങ്ങൾ മുഴുവൻ മോശയ്ക്ക് എന്തോ കാര്യമായി എന്തോ പറ്റിപ്പോയി എന്നും പറഞ്ഞ് ജനങ്ങൾ പിറുപിറുക്കാനും മോശയിൽ നിന്ന് അകലാനും അതിനേക്കാൾ കൂടുതൽ ദൈവത്തിൽ നിന്ന് അകലാനും തീരുമാനമെടുത്തൊരു സമയമാണ്. ഈ സമയത്ത് ഈ ജനങ്ങൾ ചെയ്തത്, അവരുടെ എല്ലാം കഴുത്തേലും കാതിലും കിടക്കുന്ന സ്വർണം ഊരി മേടിച്ച് ഉരുക്കി വാർത്തിട്ട് കാളയുടെ ഒരു സ്വർണം കൊണ്ടുള്ള ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച സ്വർണം അവരുടെ കാതിലും കഴുത്തിലും കിടന്ന സ്വർണം ഊരി അത് ഒരു സ്വർണം കൊണ്ടുള്ളൊരു കാളക്കുട്ടിയുടെ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് ദൈവത്തെ മറന്ന് ഈ കാളക്കുട്ടിയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട്, താഴെ നിന്നുകൊണ്ട് ഇവര് മുഴുവൻ നൃത്തം ചെയ്യാനും കാളക്കുട്ടിയെ ദൈവമായി കണ്ട് ആരാധിക്കാനും തുടങ്ങി. ഇത് കണ്ടപ്പോൾ മലയുടെ മുകളിൽ, സീനായി മലമുകളിൽ നിൽക്കുന്ന മോശയോട് ദൈവം ഒരു കാര്യം പറയുവാണ്, ഈ ജനത്തെ ഞാൻ നശിപ്പിക്കും. കാരണം ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഈ ജനം പുറത്ത് മരുഭൂമിയിലൂടെയും ചെങ്കടലിലൂടെ നയിച്ച ദൈവത്തിന്റെ കരം ഇവർ മറന്ന് ഇതാ ഒരു കാളക്കുട്ടിയുടെ സ്വർണ്ണ വിഗ്രഹത്തിന്റെ മുമ്പിൽ കടന്ന് ഇതാ ദൈവം എന്നും പറഞ്ഞ് അവര് പ്രാർത്ഥിക്കുന്നു. എന്റെ ക്രോധം ആളിക്കത്തുകയാണ്. അപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാൻ തീരുമാനമെടുത്ത വിവരം ദൈവം മോശയോട് പറഞ്ഞു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ, മോശയോടാണ് ഇത് പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോൾ മോശ അന്നേരെ കയറി 3 തരം പ്രാർത്ഥനകൾ നടത്തി. ദൈവസന്നിധിയിൽ 3 തരം പ്രാർത്ഥനകൾ. 2 പ്രാർത്ഥനകൾക്കും ദൈവം ഒരു മറുപടിയും കൊടുത്തില്ല. അപ്പോഴാണ് ദൈവം ഇനി നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ അത്ഭുതം നടക്കുന്ന ഒരു പ്രാർത്ഥന മോശ വഴി ദൈവം പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയത്. അവർക്ക് പറയാമോ ഹല്ലേലൂയ. ദൈവത്തിന്റെ ക്രോധം, ശ്രദ്ധിച്ചോ, ദൈവത്തിന്റെ ക്രോധം ഇസ്രായേൽ ജനത്തെ നശിപ്പിച്ചു കളയാൻ തീരുമാനമെടുത്ത ദൈവത്തിന്റെ ക്രോധം ആളിക്കത്തുമ്പം മോശ ചെയ്തത് ഇങ്ങനെയാണ്. 9-ാമത്തെ തിരുവചനം, 32-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. മോശ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പൊ മോശ ഒന്നാമത് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ കാരുണ്യം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഈ വിഷയം നോക്കിക്കോ, ദൈവം ഒരു മറുപടിയും കൊടുത്തില്ല. ദൈവത്തിന്റെ കാരുണ്യം അപേക്ഷിച്ച് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്
ഒരനുഗ്രഹവും ദൈവം മോശയോട് പറഞ്ഞില്ല. എന്നാ ഓക്കെ, ഞാൻ എൻ്റെ കരുണ നിങ്ങളിലേക്ക് വർഷിക്കാം, എൻ്റെ ക്രോധം ഞാൻ മാറ്റുന്നു, അവരിലേക്ക് ഞാൻ കരുണയും അനുഗ്രഹവും കൊടുക്കാൻ പോവാ, ഒന്നും പറഞ്ഞില്ല. മോശയുടെ ഒന്നാമത്തെ പ്രാർത്ഥന കഴിഞ്ഞു, അതിന് റിസൾട്ട് ഇല്ല, കിട്ടിയില്ല. മോശ ഉടനെ അടുത്ത പ്രാർത്ഥന, ഒന്നാമത് പ്രാർത്ഥിച്ചത് കാരുണ്യം യോജിച്ചുകൊണ്ടാണ്. ഈ പ്രാർത്ഥന തെറ്റാണെന്നല്ല കേട്ടോ പറയുന്നത്, ഇതിനെല്ലാം ശക്തിയുണ്ട്. പക്ഷെ അതിനേക്കാൾ വേഗത്തിൽ ഒരാളുടെ ജീവിതത്തിൽ അനുഗ്രഹം വരുന്നൊരു പ്രാർത്ഥനയിലേക്കാണ് ഇത് ചെന്ന് നിൽക്കുന്നത്. ഉടനെ മോശ വീണ്ടും 32-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ മോശ ദൈവസന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. രണ്ടാമത്തെ മോശയുടെ പ്രാർത്ഥന എങ്ങനത്തെ പ്രാർത്ഥനയാണ്? മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥം അപേക്ഷിച്ച് മോശ പ്രാർത്ഥിച്ചു. ദൈവം ഒരു മറുപടിയും കൊടുത്തില്ല. ഒന്നാമത്തെ പ്രാർത്ഥന ഏതാണ്? കാരുണ്യം ചോദിച്ചു പ്രാർത്ഥിച്ചു. 2, മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. മൂന്നാമത്തെ പ്രാർത്ഥന നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടോ, ഒരു പ്രത്യേക രീതിയിലാണ്. 2 തരത്തിൽ പ്രാർത്ഥിച്ചിട്ടും മോശയ്ക്ക് ഒരു ഉത്തരവും കിട്ടിയില്ല. മൂന്നാമത്തെ പ്രാർത്ഥന ഇങ്ങനെയാണ്, 13-ാമത്തെ വചനം. ഇങ്ങനെയാണ് മോശ ദൈവത്തോട് പറഞ്ഞത്: അവിടുത്തെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഓർക്കണമേ. ആരെ ഓർത്താ മതി? 3 പേരെ ഓർക്കണമെന്ന് ആര് പറഞ്ഞു? അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്. ഇവര് 3 പേരും ആരാ? ഒരു പ്രാർത്ഥനയും കേൾക്കുന്നില്ല. 2 രീതിയിൽ പ്രാർത്ഥിച്ചിട്ടും ഒരു ഉത്തരവും കിട്ടാതിരിക്കുമ്പോൾ മോശ ദൈവത്തോട് വേറെ രീതിയിൽ പ്രാർത്ഥിക്കുകയാണ്. 3 പേരെ ഓർത്തണം, 3 പേരെ ഓർക്കണം. ആരാണ് ഈ 3 പേര്? അബ്രാഹത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. ദൈവം പോലും അറിയപ്പെടുന്നത് ആരുടെ പേരിലാ? അബ്രാഹത്തിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം. 3 പേരുടെ പേര് പറഞ്ഞിട്ട് അവരുടെ ആ ദൈവം എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ മോശ പറയുവാണ്, എന്നെ ഓർക്കണ്ട, അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും നീ ഒന്ന് ഓർക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഞാനപ്പോ ബൈബിൾ പരിശോധിച്ചു, ഇവരൊക്കെ ഇത്രയും ഓർക്കാൻ മാത്രം, ഇവരെ ദൈവം ഓർത്താൽ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അനുഗ്രഹം വരാൻ കാരണം? അപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ അബ്രാഹവും ഇസ്ഹാക്കും യാക്കോബും ആരാന്നറിയാമോ? ഇവര് 3 പേരും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും അത്യുന്നതമായ അവസ്ഥയിൽ നിന്ന 3 പേരാണ് ഇവര്. അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബ്. കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്തത്, ഇപ്പൊ 3 തരത്തിൽ പ്രാർത്ഥിച്ചു. ഇനി അടുത്തത് ഒരു പ്രത്യേക രീതിയിലുള്ളൊരു പ്രാർത്ഥനയാണ്. നിങ്ങൾ ഇന്ന് വരെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഇത് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശരിക്കും ഇതൊരു പ്രാർത്ഥനയായി വെളിപ്പെടുത്തിയതാ. അത് വായിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാം, എങ്ങനെയാ മോശ പ്രാർത്ഥിച്ചെന്നറിയോ? മോശ പറഞ്ഞു, ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാൻ പോവാണല്ലോ. അതിനു മുമ്പ് മോശ ദൈവത്തോട് പറയുവാണ്, നീ ഇങ്ങനെ ഒരു കാര്യം പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെയാ പറഞ്ഞത്, ഞാൻ ഈ ജനത്തെ വർദ്ധിപ്പിച്ച് വലുതാക്കും, ഉയർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മോശ ദൈവത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പറയുവാണ്, നീ ഇങ്ങനെ ഒരു വാഗ്ദാനം പണ്ട് നടത്തിയിട്ടില്ലേ? അപ്പൊ ആരെ ഓർമ്മിപ്പിച്ചത് മോശ? ദൈവത്തെ, ദൈവം പറഞ്ഞ കാര്യം തന്നെ മോശ അത് എടുത്തിട്ട് മോശ ദൈവത്തെ ഓർമ്മപ്പെടുത്തി കൊടുത്തു. അത് ഞാൻ വായിച്ചു കേൾക്കാം, നിങ്ങളത് വായിച്ചു ശ്രദ്ധിച്ചു കേട്ടോ. 32-ാം അധ്യായം 13-ാമത്തെ വാക്യം. നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ വർദ്ധിപ്പിക്കും. ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ നൽകും. അവർ അതെന്നേക്ക് കൈവശമാക്കും എന്ന് അവിടുന്ന് ശപഥം ചെയ്തിട്ടുണ്ടല്ലോ. ആരാ അപ്പം? മോശ ദൈവത്തെ, ദൈവം തന്നെ പറഞ്ഞൊരു കാര്യം ഈ മോശ ദൈവത്തെ ഓർമ്മപ്പെടുത്തി. ഇതൊരു നല്ല പ്രാർത്ഥനയാണ്, മറക്കരുത്. അതായത് എങ്ങനെയാ നമ്മളത് ജീവിതത്തിൽ കൊണ്ടുവരുന്നത്? നമ്മൾ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കാവുകയാണെങ്കിൽ, സങ്കടത്തിലിരിക്കുക, ഒരൊറ്റപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ആകെ ഒരു ഒറ്റപ്പെട്ട പോലെ തോന്നുവാണെങ്കിൽ പ്രാർത്ഥിക്കണം, ദൈവമേ ഒരിക്കലും അങ്ങ് അനാഥനായി വിടുകയില്ലെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. രോഗമുള്ള ഒരാൾ പ്രാർത്ഥിക്കണം, ദൈവമേ മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, ഞാൻ അവരെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, വചനമയച്ച് സുഖപ്പെടുത്തുമെന്ന് നീ പറഞ്ഞിട്ടില്ലേ? ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വേഗത്തിൽ ഒരാളുടെ പ്രാർത്ഥന കേൾക്കാൻ കാരണമാകും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മോശ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ദൈവം ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തിട്ടില്ല.
പക്ഷെ ഈ കാര്യം മോശ ദൈവം പറഞ്ഞ കാര്യം ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിച്ചപ്പോൾ എഴുതിയിരിക്കുന്നത്, പെട്ടെന്ന് കർത്താവ് ശാന്തനായി തന്റെ ജനത്തിനെതിരെയുള്ള തീരുമാനത്തിൽ നിന്ന് ദൈവം പിന്മാറി. പെട്ടെന്നൊരു അനുഗ്രഹം വന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, എൻ്റെ കുടുംബം വേഗത്തിൽ അനുഗ്രഹം പ്രാപിക്കണം, എൻ്റെ ജീവിതം അനുഗ്രഹം പ്രാപിക്കണം. അത് പതുക്കെ 10 വർഷം കഴിഞ്ഞിട്ടല്ല, വേഗത്തിൽ. അതിലൊരു നല്ല വഴിയാണ് ദൈവം പറഞ്ഞ കാര്യം തന്നെ ദൈവവചനത്തെ ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളിത് മനസ്സിലായി ഞാൻ വിചാരിക്കും. ഒന്നും കൂടെ വേഗത്തിൽ പറയാം. മോശ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എപ്പം ദൈവത്തിന്റെ ക്രോധം ആളിക്കത്തി ഇപ്പൊ നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പം മോശ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം മറുപടി കൊടുത്തില്ല. മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. 3-ാമത്തെ പ്രാർത്ഥന, അബ്രഹത്തെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ഓർക്കണേന്ന് പറഞ്ഞു. ഇതൊന്നും ദൈവം ഒരു മറുപടിയും പറഞ്ഞില്ല. 4-ാമത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അന്നേരം മറുപടി കൊടുത്തു. അതാണ് ദൈവം പറഞ്ഞ ഒരു കാര്യം തന്നെ മോശ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തെ ഓർമ്മപ്പെടുത്തി. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര അസ്വസ്ഥതകളൊക്കെ ഫീൽ ചെയ്യുന്ന ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഇത് എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും കാണുക, വീട്ടിലൊരു ഉയർച്ചയില്ല, എൻ്റെ വീട് എത്ര ചെയ്താലും നഷ്ടത്തിലേ ചെന്ന് നിൽക്കുന്നുള്ളൂ, ഒരു മേൽഗതിയില്ല, ഒരു ഉയർച്ചയില്ല, തകർച്ചയാണ്, കഷ്ടപ്പാടാണ്, എത്ര കൊല്ലമായി പൊട്ടക്കണിച്ച് കിടക്കണ തവളയെ പോലെ വട്ടം കറങ്ങുന്ന അവസ്ഥയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഈശോ പറഞ്ഞിട്ടില്ലേ എന്നിൽ വിശ്വസിക്കുന്നവന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? സക്കേവൂസിനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പം പറയണം, ദൈവമേ, അങ്ങ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വീട് രക്ഷിക്കപ്പെടുമെന്ന്. അത് ഞാൻ ഏറ്റെടുത്ത് ആ വചനം എൻ്റെ കുടുംബത്തിന് വേണ്ടി ദൈവത്തെ ഞാൻ ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിച്ചാൽ ആ വീട് വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അടുത്തത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, ജീവിതത്തിൽ മുഴുവൻ തടസ്സങ്ങളും പ്രശ്നങ്ങളും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, വഴി മുട്ടിയ പോലെയാണ്, ഇനി ഒരു വഴിയില്ല. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാനാണ് വഴി എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈശോയോട് നമ്മൾ പറയണം, എൻ്റെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ്, ഞാൻ എൻ്റെ അവസ്ഥകൾ, ഈ പ്രശ്നമുള്ള അവസ്ഥയിൽ നോക്കി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, നീ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനാണ് വഴിയെന്ന്. ആ വിശ്വസിച്ച് എൻ്റെ കുടുംബത്തിന്, എൻ്റെ പ്രശ്നത്തിൽ മാറാൻ വേണ്ടി അത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആ കാര്യം ദൈവത്തെ ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രതിസന്ധികൾ മാറും, തടസ്സങ്ങൾ മാറും. രോഗമുള്ളവരിങ്ങനെ പ്രാർത്ഥിക്കണം, കടബാധ്യതയുള്ളവർ പ്രാർത്ഥിക്കണം. എന്ത് കടബാധ്യതയിൽ കഴിയുന്നവർ 5 അപ്പം 5000 പേർക്ക് കൊടുത്ത് ഈശോ ഇല്ലേ, അത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്ത് 5 അപ്പം 5000 പേർക്ക് വേണ്ടി കൊടുത്തല്ലോ കർത്താവേ, ഞാനത് അങ്ങേ ഓർമ്മപ്പെടുത്തി എൻ്റെ കുടുംബത്തിന്റെ പ്രതിസന്ധികളെ, ഈ കടബാധ്യതയെ മാറ്റണമേ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ, നിങ്ങൾക്കെല്ലാവർക്കും ഒരു സാക്ഷ്യം പറയാൻ ദൈവം ഒരു അവസരം ദൈവം തന്നിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. പ്രിയപ്പെട്ട, ഇതെന്തെന്നറിയോ? ദൈവത്തിന്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴികൾ ദൈവവചനത്തിലുണ്ട്. നമ്മളിത് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇത് നമ്മുടെ ഹൃദയ പലകയിൽ എഴുതി തരും. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ കുറെ ആളുകൾ ഈ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹം പ്രാപിക്കും. ഞാനിത് പറയാൻ തന്നെ കാരണം, ഒരുപക്ഷെ ഈ ഒരു ദൈവവചനത്തിലൂടെ, പുറപ്പാട് 32-ാം അധ്യായത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ടാവും. ഇനി നിങ്ങളൊരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ ചിന്തിച്ചോ, ഇതുപോലെ പ്രാർത്ഥിച്ച നിങ്ങൾ അനേകം ആളുകൾക്ക് ഒരു സാക്ഷി പറയാൻ ഈ കുരിശിൻ ചുവട്ടിൽ നിൽക്കാനുള്ള ഭാഗ്യം ദൈവം തന്നിരിക്കും. ഒരു പ്രവചനം പോലെ നിങ്ങളത് സ്വീകരിച്ചോ. എവിടെ ഇരിക്കുന്നവരാണേലും ആരായിരുന്നാലും ഈ കുരിശിൻ ചുവട്ടിൽ നിന്ന് ഒരു സാക്ഷ്യം പറയാൻ ദൈവം ഒരു അവസരം ഒരുക്കിയിരിക്കും. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു രീതി നമ്മൾ കണ്ടു, ദൈവത്തെ ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിച്ചു. അടുത്ത ഒരു പ്രാർത്ഥനാ വിഷയം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. പെട്ടെന്ന്, അതായത് 5 മിനിറ്റിനുള്ളിൽ ഒരാളുടെ പ്രാർത്ഥന കേട്ട സംഭവം ബൈബിളിലുണ്ട്. എത്ര 5 മിനിറ്റിനുള്ളിൽ അത്രയും പ്രാർത്ഥന കേട്ട ഒരു സംഭവം വേറെ എവിടെയും നമ്മൾ വായിക്കുന്നത്. 5 മിനിറ്റ്. അതായത് അത് 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിലാണ് 5 മിനിറ്റ് കൊണ്ട് ഒരാളുടെ പ്രാർത്ഥന കേട്ടു. 5 മിനിറ്റ്. അത് നിസ്സാരമായ ഒരു കടബാധ്യത മാറിയെന്നോ ഒരു ചെറിയൊരു രോഗം മാറിയെന്നൊന്നുമല്ല, വലിയൊരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് അത്ഭുതം നടന്നൊരു സംഭവം. അത് ഹെസക്കിയ എന്ന വ്യക്തിയെ കുറിച്ചാണ്. ഹെസക്കിയ രോഗബാധിതനായി
മരണത്തോട് മല്ലിട്ട് കട്ടിലേൽ ഇങ്ങനെ കിടക്കുമ്പം ദൈവം ഒരു പ്രവാചകനെ, യേശയ്യാ പ്രവാചകനെ ഈ എസക്കിയായുടെ വീട്ടിലേക്ക്, അയാൾ കിടക്കുന്ന കട്ടിലിലേക്ക്, രോഗിയായ അവസ്ഥയിലേക്ക് അയച്ചു. എന്നിട്ട് ദൈവം യേശയ്യായോട് പറഞ്ഞു, നീ ചെന്ന് ഹെസക്കിയായോട് പറ, എല്ലാ കാര്യം ക്രമപ്പെടുത്തിക്കോ, പെട്ടെന്ന് മരിക്കും. ഇതാരാ പറഞ്ഞത്? പ്രവാചകനല്ല പറഞ്ഞത്, ദൈവമാണ് പറഞ്ഞത്. അപ്പൊ ഇനി യാതൊരു മാറ്റമില്ലാത്ത കാര്യമാണ്. ഇത് കേട്ടപ്പം നമ്മൾ ആരെങ്കിലും ഇങ്ങനെ കേൾക്കുന്നേ നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കുള്ളൂ? ദൈവമേ ആ ആ രോഗം, ആ മരണം മാറിപ്പോണേന്നേ പ്രാർത്ഥിക്കുള്ളൂ. ഹെസക്കിയാ മാറിപ്പോകണം എന്ന് പ്രാർത്ഥിച്ചില്ല. നമ്മൾ ഈ ലോകത്തിലെ ആരിങ്ങനെ ഒരു വിഷയം കേട്ടാലും നമ്മളോട് പറയുക, നിങ്ങൾക്കൊരു തകർച്ച വരാനുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? തകർച്ച മാറിപ്പോണേന്നാണ്. രോഗം വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാലോ, രോഗം മാറിപ്പോണേന്ന് പ്രാർത്ഥിക്കും. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു പരാജയം വരുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അന്നേരം പ്രാർത്ഥിക്കും, ആ പരാജയം മാറിപ്പോണേന്ന്. ഹെസക്കിയായോട് പറഞ്ഞു, നീ മരിക്കും, പെട്ടെന്ന് മരിക്കും എന്ന് പറഞ്ഞപ്പം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാ? ആ മരണം മാറിപ്പോണേന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ ഹെസക്കിയ ദൈവമക്കളെ ഇന്നും ജീവിക്കുന്ന നമ്മളെ ഒരു പുതിയ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. അതെല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റില്ല കേട്ടോ. 20-ാം അധ്യായം 3-ാമത്തെ വാക്യം, ഹെസക്കിയ ചുവരിലേക്ക്, ഭിത്തിയുടെ അടുത്തേക്ക് മുഖം തിരിച്ചുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു, മരണം മാറിപ്പോണേ, രോഗം സുഖമാകണേ. നല്ല പ്രാർത്ഥിച്ചത് കേട്ടോ. കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥതയും കൂടിയാണ് ഇത്രയും നാള് അങ്ങയുടെ മുമ്പിൽ പ്രവർത്തിച്ചത് എന്ന് ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഇതാണ് പ്രാർത്ഥന. എന്താ പ്രാർത്ഥിച്ചത്? രോഗം പിടിപെട്ട് മരണത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ യേശയ്യാ പ്രവാചകൻ വഴി ദൈവം പറഞ്ഞു, നീ മരിക്കൂന്ന് പറഞ്ഞപ്പോ മരിക്കല്ലേ, രോഗം മാറിപ്പോണേ, സുഖപ്പെടുത്തണേന്നൊന്നും പ്രാർത്ഥിച്ചില്ല. ഹെസക്കിയ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞാൻ ഇത്രയും നാള് എത്രയോ വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി ആ ജീവിച്ചെന്നുള്ള കാര്യം നീ ഒന്ന് ഓർക്കണമെന്ന് ദൈവത്തോട് പറഞ്ഞു. അന്നേരം തന്നെ മരണം വരുമെന്ന് പ്രവചിച്ചു പറഞ്ഞ യേശയ്യാ പ്രവാചകൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ദൈവം യേശയ്യായോട് പറഞ്ഞു, പോയി അവനോട് പറ, അവന്റെ ആയുസ് 15 വർഷം കൂടെ നീട്ടിയിരിക്കുന്നു, വേഗം പോയി പറയാൻ പറഞ്ഞു. 5 മിനിറ്റിനുള്ളിൽ ഹെസക്കിയായുടെ പ്രാർത്ഥന കേട്ടു. എന്താണ് പ്രാർത്ഥന കേൾക്കാനുള്ള കാരണം? ഹെസക്കിയായിക്ക് ജീവിച്ചിരുന്ന സമയത്ത് 3 കാര്യങ്ങൾ അവകാശപ്പെടാനുണ്ടായിരുന്നു. ഒന്നത് വിശ്വസ്തതയും ആത്മാർത്ഥതയും നന്മയും. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ദൈവത്തോട് പറയാൻ പറ്റും, ദൈവമേ, ഈ 32 വയസ്സുവരെ എത്രയോ വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി ജീവിച്ചെന്ന് അങ്ങേക്ക് അറിയാലോ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഈ ലോകത്തിൽ ഏറ്റവും വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് അനുഗ്രഹം കിട്ടുന്ന പ്രാർത്ഥനയെ നമ്മൾ വിശ്വസിക്കുന്നത് യൂദാശ്ലീഹായുടെ മാധ്യസ്ഥം, പാന്ത്രേപ്പിയോയുടെ മാധ്യസ്ഥം. ഇത് കേട്ടിട്ട് എല്ലാവരും കേൾക്കണം. നമ്മൾ ഓടുന്നത് എന്താ? യൂദാശ്ലീഹയുടെ പള്ളിയിൽ പോയി എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് 9 നോവേന ചൊല്ലി പ്രാർത്ഥിച്ചു, നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, തർക്കമില്ലാത്ത കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ വേഗത്തിൽ ദൈവം ഇടപെടും എന്തുണ്ടെങ്കിൽ യൂദാശ്ലീഹായുടെ ജീവിതകാലത്തെ വിശുദ്ധിയുടെയും വിശ്വസ്തതയുടെയും മാധ്യസ്ഥ ശക്തിയാണ് നമ്മൾ മേടിച്ചെടുക്കുന്നത് പ്രാർത്ഥിച്ച്. എന്നാൽ നമുക്ക് തന്നെ 50 വയസ്സ്, 60 വയസ്സ്, 70 വയസ്സ്, 30 വയസ്സ്, 20 വയസ്സ് വരെ ജീവിക്കുന്ന നമുക്ക് ദൈവത്തോട് പറയാൻ പറ്റുമോ, 20 വയസ്സ് വരെ ദൈവമേ അങ്ങേക്ക് അറിയാലോ, എത്രയോ വിശുദ്ധിയോടെ ഞാൻ ജീവിച്ചെന്ന് അങ്ങേക്ക് അറിയാലോ എന്ന് പറയാൻ ധൈര്യമുള്ളവര് വളരെ കുറവാണ്. അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും പോകണ്ട. 5 മിനിറ്റിനുള്ളിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ എത്ര വലിയ അത്ഭുതവും നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കും. പക്ഷേ ഇതുപോലൊരു ജീവിത വിശുദ്ധിയുടെ ഡിപ്പോസിറ്റ് നമുക്ക് വേണം. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി ഒന്ന് കേട്ടെ. ഹെസക്കിയ എന്നാ പ്രാർത്ഥിച്ചു? ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് വലിയൊരു പ്രയോജനപ്പെടും. ഹെസക്കിയ പ്രാർത്ഥിച്ചു, രോഗം മാറണം, പ്രാർത്ഥിച്ചില്ല. മരണം ഉണ്ടാകരുത്, പ്രാർത്ഥിച്ചില്ല. ഇതൊന്നും പ്രാർത്ഥിച്ചില്ല. ഇത്രേ പറഞ്ഞുള്ളൂ, ദൈവമേ നീ ഒന്ന് ഓർക്കണം. അപ്പൊ എനിക്കൊരു നല്ല ബോധ്യം കിട്ടി. ഇനി തൊട്ട് നമ്മൾ 50 നോമ്പ് കൃത്യമായിട്ട് എടുക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. ഞാനും ഈ പ്രാവശ്യം 50 നോമ്പ് കർശനമായിട്ട് എടുത്തു. പല സ്ഥലത്തും ധ്യാനത്തിന് ചെന്നപ്പോൾ അവിടെയുള്ള ആൾക്കാർ ചോദിച്ചു, അത് കുഴപ്പമില്ല അച്ഛാ, ഇത് കൂട്ടിക്കോ. ഞാൻ പറഞ്ഞു വേണ്ട. ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും കർശനമായ നോമ്പെടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു നല്ല ബോധ്യം കിട്ടി. ഇനി എന്താവശ്യം വന്നാലും ഞാൻ ദൈവത്തോട് പറയും. എന്ത്? കഴിഞ്ഞ 2019 50 നോമ്പ് എത്രയോ വിശ്വസ്തയോടെ എടുത്ത ഒരാളാണ് ഞാൻ. അത് നീ ഒന്ന് ഓർക്കണം.
ദൈവത്തിന് അത് ഓർക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞ ഒരു വർഷം കൃത്യമായി വിശുദ്ധിയോടെ ജീവിച്ച ഒരാളാണെങ്കിൽ ധൈര്യപൂർവ്വം പറ, എൻ്റെ വീട്ടിലിപ്പം ഭയങ്കര പ്രതിസന്ധിയിലാണ് ഉള്ളത് കർത്താവേ, ഞാൻ കഴിഞ്ഞ ഒരു വർഷം എൻ്റെ കുടുംബം എങ്ങനെയാ ദൈവസന്നിധിയിൽ ജീവിച്ചതെന്ന് നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. അന്നേരം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തൊടുന്ന അനുഭവം ഉണ്ടായിരിക്കും. അതാണ് വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വരാനുള്ള മറ്റൊരു വഴിയാ. ഹെസക്കിയ വേറെ ആരുടെയും മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചോ? ഹെസക്കിയ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കരുതെന്നല്ല, ഹെസക്കിയ ഇവിടെ മറ്റൊരു പ്രാർത്ഥനാ രീതി കൂടി നമുക്ക് പഠിപ്പിക്കുക. മറ്റൊരു പ്രാർത്ഥന, നമ്മുടെ ജീവിത വിശുദ്ധിയുടെ യോഗ്യത ഏറ്റവും ശക്തമായ യോഗ്യതയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ ധൈര്യപൂർവ്വം. എങ്ങനെ? ഇന്നു മുതൽ നിങ്ങൾ ഈ ഒരു വർഷം നല്ല വിശ്വസ്തയോടും വിശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടെ ജീവിച്ച് നിങ്ങൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രത്യേക ആവശ്യം വന്നു, പെട്ടെന്ന് ഒരു കുറച്ച് പൈസയുടെ ആവശ്യം വന്നു, നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ദൈവത്തോട് പറയാം, ദൈവമേ ഇത്ര വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടിയാ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ജീവിച്ചേ, ഇതുപോലെ ഞാൻ എല്ലാ പ്രാർത്ഥനയിലും പങ്കെടുത്തത്, ഞാനും എൻ്റെ കുടുംബവും ഇതുവരെ 7:30 സമയത്ത് പ്രാർത്ഥന മുടക്കിയിട്ടില്ല, ദൈവവചനം വായിക്കാതിരുന്നിട്ടില്ല, ഞാൻ അത്ര വിശുദ്ധിയോടും വിശ്വസ്തയോടും ദൈവവചനത്തിലാണ് ജീവിച്ചത്. ദൈവമേ എൻ്റെ കുടുംബത്തിന് വേണ്ടി നീ അതൊന്ന് ഓർക്കണമേ. ആ കഷ്ടത മാറിയിരിക്കും, ആ പ്രതിസന്ധി മാറിയിരിക്കും, ആ തടസ്സം മാറിയിരിക്കും. അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. കരങ്ങൾ താഴ്ത്തി 2 പ്രാർത്ഥന. പഴയ നിയമത്തിൽ മോശ ദൈവത്തോട് പറഞ്ഞു, നീ വാഗ്ദാനം ചെയ്ത കാര്യം ഒന്ന് ഓർക്കണമെന്ന് പറഞ്ഞു. 1. 2 ഹെസക്കിയ പറഞ്ഞു, എന്റെ ജീവിതകാലത്ത് ഞാൻ ജീവിച്ചത് എങ്ങനെയെന്ന് ഒന്ന് ഓർക്കണം. ഒരു കാര്യം കേട്ടെ, നമ്മളെടുക്കുന്ന പ്രാർത്ഥനയും നമ്മളെടുക്കുന്ന വിശുദ്ധമായ ജീവിതവും വിശ്വസ്തതയും സത്യസന്ധതയും പ്രാർത്ഥനയും നമ്മൾ ബാങ്കിലിടുന്ന പണം പോലെ ഒരു ഡിപ്പോസിറ്റാ. നമ്മുടെ പേരിൽ ഒരു 10 ലക്ഷം രൂപ ബാങ്കിൽ ഉണ്ടെന്ന് കരുതുക, അത് നമുക്ക് എപ്പോ വേണേലും എടുക്കാം. അത് നമ്മുടെ പേര് കിടക്കുന്ന പൈസയാ, അതിന് പലിശ അടക്കം കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസയാണ്. നമുക്ക് തോന്നുക 1 ലക്ഷം രൂപ അതിനകത്ത് ഇപ്പൊ എടുക്കണം, ഈ കാര്യം ചെയ്യാൻ. നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റുന്ന നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത പണം, നമ്മുടെ ജീവിത വിശുദ്ധിയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വിശ്വസ്തതയും സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ നിക്ഷേപിക്കുന്ന ഡിപ്പോസിറ്റാ. ഇത് നമ്മൾ എടുക്കണം. ഒരാവശ്യം വരുമ്പോൾ ദൈവമേ ഇതുപോലെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലേ, ഞാൻ ഇങ്ങനെ ദൈവസന്നിധിയിൽ നിന്നിട്ടില്ലേ, ഇപ്പൊ ഞാനാണ് എന്റെ ജീവിതത്തിൽ പ്രശ്നം വന്നാൽ ഞാൻ ഉറപ്പായിട്ട് പറയും, ഞാൻ ദൈവവചനത്തിന് വേണ്ടി ഇത്രയും ശക്തമായി ഒരുങ്ങി ഇവിടെ വന്ന് വചനം പറഞ്ഞത് നീ ഓർക്കണം, എനിക്കൊരു രോഗം തരരുത്. നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവസന്നിധി ജീവിച്ച കാര്യം ദൈവത്തെ ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിക്കുന്നത് ഏറെ എളുപ്പത്തിൽ അത്ഭുതം നടക്കുന്ന പ്രാർത്ഥനയാണ്. ഈ 2 വിഷയങ്ങളും നിങ്ങൾക്കൊരു വളരെ പ്രയോജനപ്പെട്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. വീടുമായി ബന്ധപ്പെട്ട ഈ വിഷയം പറയാൻ കാരണം എന്നെ ഇത് വളരെയേറെ സ്വാധീനിച്ചു. ഈ വിഷയം ഒരു 10-12 കുടുംബങ്ങളെ ഇതിനോടകം ശക്തമായി സഹായിച്ചു. അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് പറയാൻ കാരണം. ഒരു 10-12 കുടുംബങ്ങളെ ഇപ്പോൾ ഇനി പറയാൻ പോകുന്ന വിഷയങ്ങൾ ശക്തമായി സ്വാധീനിച്ചു. ഒന്നാമത്തെ ഒരു ഉദാഹരണം, ഒരു കോൺട്രാക്ടറാണ്. അദ്ദേഹത്തിന്റെ കടബാധ്യത കേട്ടാൽ ഒരിക്കലും ആ കടബാധ്യത വീട്ടാൻ പറ്റാത്തൊരു കടബാധ്യതയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം റോഡിന്റെ ടാറിങ്ങുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ടറായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് പൈസ, 12 കോടി രൂപയോളം കടത്തിലാണ്. അദ്ദേഹത്തിന്റെ സ്ഥലവും വീടും മുഴുവൻ എത്ര വില കിട്ടി വിറ്റാലും ഒരു 5 കോടി രൂപയെ കിട്ടത്തുള്ളൂ. ബാക്കി എങ്ങനെയെന്നുള്ള കാര്യത്തിന് ഒരു ശതമാനം പോലും സാധ്യതയില്ലാത്ത ഒരു വിഷയമാണ്. അപ്പോൾ ഈ ഒരു കുടുംബം പ്രാർത്ഥിക്കാനായിട്ട് വരികയാണ്. കോടികൾ കടം. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതിൽ കൂടുതൽ ഉത്തരവില്ല വേറെ പറയാൻ. കാരണം വിൽക്കാൻ 10 വേറെ കുറെ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കൊക്കെ സ്ഥലം വിറ്റ് കടം വീട്ടാനൊക്കെ പറയാം. ഇത് മുന്നിൽ ഒരു സാധ്യതയില്ല. പക്ഷെ ആ കുടുംബത്തിൽ ഒരു പ്രതിസന്ധി കിടപ്പുണ്ടായിരുന്നു. ഒരു പ്രതിസന്ധി. അദ്ദേഹം ഈ ജോലിക്കാരെ കൈകാര്യം ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ജോലിക്കാര് അത് അയാളുടെ വീട്ടിൽ വെച്ചാണ് പണം കൊടുക്കുന്നത്, കൂലി കൊടുക്കുന്നത് വീട്ടിൽ വെച്ച്. അതായത് അയാളുടെ കീഴിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നത് ശനിയാഴ്ച മാസത്തിൽ അയാളുടെ വീട്ടിൽ നിന്ന് കൊടുക്കും. പക്ഷെ അയാൾ ഒരിക്കലും മര്യാദയ്ക്ക് കൂലി കൊടുക്കത്തില്ല. പിടിച്ചു വെച്ചേ കൊടുക്കുള്ളൂ. അയാൾ ആ പിടിച്ചു വെച്ച പണം
അയാളുടെ ജീവിതത്തെ ആദ്യകാലത്തൊന്നും ബാധിച്ചില്ല. ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൊടുക്കേണ്ട പണം അത് കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ച് അവരുടെ കണ്ണുനീര് വീണ് അയാളുടെ വീട് കണ്ണുനീര് വീണ്. കാരണം ആരുടെ കണ്ണുനീര്? പണിക്കാരുടെ കണ്ണുനീര്. ഇവിടെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിൽ പണിയെടുക്കുന്ന ആരേലും ഉണ്ടെങ്കിൽ അവനൊരു 10 രൂപ കുറച്ച് കൊടുത്തിട്ട് ആ വ്യക്തിയുടെ കണ്ണുനീര് നമ്മുടെ പറമ്പിലോ വീട്ടിലോ വീഴരുത്. അവൻ 500 രൂപ കൂലി ഉണ്ടെങ്കിൽ 450 മതി, പൊക്കോ, 50 പിന്നെ തരാം. എപ്പം? പിന്നെ 50 രൂപ നമ്മുടെ വീട്ടിൽ പിടിച്ച് ഉണ്ടെങ്കിൽ അത് 500 ആണ്, 510 കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണം. കാരണം അവൻ നമ്മുടെ വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലും കൊണ്ട് പണിയെടുത്തിട്ട് കൂലി വേണമെന്ന് കൈ നീട്ടി മേടിക്കുമ്പം 400 രൂപ കൊടുത്തുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് വേണ്ടി അവന്റെ മനസ്സൊന്ന് വേദനിക്കും. അങ്ങനെ ഒരുപാട് പേരുടെ വേദന അയാളെ കൊണ്ടുചെന്ന് എത്തിച്ചത് നമ്മൾ ഒരിക്കലും ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഉത്തരം കിട്ടാതെ അത്രയും കടബാധ്യതയിൽ, ഭയങ്കര കടബാധ്യതയാണ്. അപ്പോൾ ഇവരുടെ വീടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തടസ്സമാണ്. അപ്പോൾ ഈ വീടിന്റെ പ്രശ്നം മാറാൻ ഒരു പ്രാർത്ഥനാ രീതി ആ വ്യക്തിക്ക് നിർദ്ദേശിച്ചു കൊടുത്തതാണ് ഉൽപ്പത്തി പുസ്തകത്തിലുള്ളത്. അത് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തോടനുബന്ധിച്ച് യാക്കോബിന്റെ കോവണി എന്നൊരു 28-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങളാണ്. ഈ വഴിയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്. നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ അത് നിങ്ങളെ ഉപകരിക്കും, നിങ്ങൾക്ക് സഹായമാകും. ഒരു ദിവസം യാക്കോബ് സൂര്യൻ അസ്തമിച്ചപ്പം ഒരിടത്ത് ഒരു കല്ലെടുത്ത് തലയണയാക്കി വെച്ചിട്ട് അവിടെ കിടന്നുറങ്ങി. ഉറങ്ങാൻ കിടന്നപ്പം യാക്കോബിന് ഒരു ദർശനമുണ്ടായി. ഒരു കോവണിയുടെ പ്രത്യേകത, കോവണി നമ്മുടെ ഭാവനയിൽ ഒന്നെങ്കിൽ ഏണി എന്ന് പറഞ്ഞാൽ അത് മുളക് പറിക്കാനൊക്കെ കയറുന്ന അത് ഏണി. കോവണി എന്ന് പറയുമ്പോൾ 2 തട്ടുകൾ അടിച്ചാണ് കോവണി. യാക്കോബ് ഒരു സ്വപ്നം കാണുവാണ്. കിടക്കുന്ന സ്ഥലത്ത് ചുവടുറപ്പിച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ അറ്റം പോയി നിൽക്കുന്നത് ആകാശത്ത് സ്വർഗത്തിന്റെ അത്രയും ഉയരമുള്ള ഒരു കോവണി. ചുമ്മാ ഒരു കോവണി മാത്രമല്ല, അതിൽ നിന്ന് കുറെ പേര് ദൂതന്മാരിറങ്ങുന്നു. ഒരു സൈഡിൽ കൂടെ ഇറങ്ങുന്നു, ഇപ്പുറ സൈഡിൽ കൂടെ കയറിപ്പോകുന്നു. അപ്പൊ ഞാൻ ഒരിക്കൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് ആലോചിച്ചു, ഇതെന്താണ് ഈ കോവണി കൊണ്ട് ദൈവം വചനത്തിലൂടെ ഉദ്ദേശിച്ചത്? അപ്പോൾ ഒരു വിശുദ്ധന്റെ അനുഭവമാണ് ബൈബിളിലൂടെ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു സംഭവം, ഫിലിപ്പ് നേരി എന്ന് പറഞ്ഞ വിശുദ്ധൻ, അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സമയത്ത് കാണുമായിരുന്നു കോവണി എന്ന് പറയുന്നത് അതൊരു ഭക്തന്റെ പ്രാർത്ഥനാ ജീവിതമാണ്. കോവണി നമ്മൾ ശരിക്കും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ ഏകദേശം ഒരു കോവണിയുടെ രീതിയാണ്. നമ്മൾ ശരിക്കും മുകളിലേക്ക് 2 കര ഉയർത്തിപ്പിടിച്ച് നോക്കി നമ്മളൊരു കോവണി പോലെ നമ്മുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുവാണെങ്കിൽ ഒരു കോവണി എന്ന് പറഞ്ഞ ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ്. അതായത് ഒരു ഭക്തന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹം കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ്. അത് ഈ വ്യക്തിയുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തിക്കുന്നതുമാണ്. 2 കാര്യങ്ങൾ ഒരു പ്രാർത്ഥനയിൽ. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ 2 കാര്യം നടക്കുന്നുണ്ട്. 7:30 മുതൽ 8 മണി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കാണുന്നില്ല. പക്ഷെ നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്ത് തൊട്ട്, നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ തൊട്ട് സ്വർഗത്തിലെ ദൈവസന്നിധിയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു കോവണിയാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ആ പ്രാർത്ഥനയിലൂടെ സ്ഥാപിക്കുന്നത്. അതായത് ദൈവവും ഞാനും എൻ്റെ വീടുമായി ഒരു നല്ല ബന്ധം. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കാര്യം അറിയാമോ? പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ ആഴം കൂടിക്കൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മുടെ ദൈവാശ്രയത്വം കൂടും. അപ്പോൾ ഇത്രയും കോടി കടബാധ്യതയുള്ള ഈ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കണം. അന്ന് അയാൾ പറഞ്ഞു, ജോലി തിരക്ക് കൊണ്ടായിരുന്ന സമയത്ത്, കോൺട്രാക്ടർ ആയിരുന്ന സമയത്ത് ജോലിക്കാര്, അതിന്റെ വർക്ക്, അതിന്റെ പണം, ഇതിന്റെ കൈകാര്യം ഒരിക്കലും പ്രാർത്ഥിക്കാൻ ഒത്തിരുന്നില്ല. ഒരുപാട് പേരുടെ കണ്ണുനീര് മാത്രം അയാളുടെ വീട് വിശുദ്ധീകരിക്കപ്പെടാൻ കാരണമായി. അദ്ദേഹത്തോട് പറഞ്ഞു, കുടുംബത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഒരു കോവണി വേണം. എന്ത് കോവണി? സ്വർഗത്തോളം എത്തുന്ന ഒരു കോവണി. അതിലൂടെ ദൂതന്മാര് കയറുകയും ഇറങ്ങുകയും വേണം. അങ്ങനെ പ്രാർത്ഥന തുടങ്ങി. അയാളുടെ ജീവിതത്തെ അത് വല്ലാതെ സ്വാധീനിച്ചു. അയാളുടെ കുടുംബത്തിൽ നിന്ന് ഓരോ ഘട്ടമായി തടസ്സങ്ങളും പ്രതിസന്ധികളും മാറി അയാളുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയ വിവരം, പൂർണ്ണമായി കടബാധ്യത മാറിയ വിവരമല്ല ഞാൻ പറയുന്നത്, ദൈവം അയാളുടെ ജീവിതത്തെ ഏറ്റെടുക്കുന്ന അനുഭവം അയാൾക്കുണ്ടതായി അയാൾ ഫോൺ വിളിച്ച് പറയുണ്ടായി. അതായത് ശ്രദ്ധിച്ചോ, നമ്മുടെ വീട്ടിൽ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും യാക്കോബ് സ്വപ്നത്തിൽ കണ്ട ഒരു കോവണി, അതായത് ഒരു ഭക്തന്റെ പ്രാർത്ഥനാ ജീവിതമാകുന്ന കോവണി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ദൈവദൂതന്മാര് കയറുകയും ഇറങ്ങുകയും ചെയ്താൽ കുടുംബത്തിന്റെ ഏത് തടസ്സങ്ങളും മാറും. പറഞ്ഞേ ഹല്ലേലൂയ.
ഇനി യാക്കോബ് ഒരു കോവണി കണ്ടപ്പോൾ എവിടെയൊക്കെ അനുഗ്രഹം വന്നതെന്നും കൂടി അറിയണം. പ്രാർത്ഥനയാകുന്ന ഒരു കോവണി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ പ്രതിസന്ധികൾ മാറും, കടബാധ്യതയിൽ മാറ്റം വരും, അസ്വസ്ഥതകൾ മാറും, ഭാഗ്യക്കേടുകൾ മാറും, എല്ലാം മാറിയിരിക്കും. അത് 100% നിങ്ങൾക്ക് വിശ്വസിക്കാം. 2, യാക്കോബ് ഒരു കോവണി നാട്ടിയപ്പോൾ എവിടേക്കാ വചന ഭാഗ്യമുണ്ടായെന്ന് എഴുതിയിരിക്കുന്നത് 28-ാം അധ്യായം 13, 14, 15, 16 തിരുവചനമാണ്. മുഴുവൻ വായിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് ഒരു കോവണിയിലൂടെ വന്ന അനുഗ്രഹങ്ങൾ. യാക്കോബിനോട് ദൈവം പറഞ്ഞു, നീ താമസിക്കുന്ന മണ്ണ് ഒരു അനുഗ്രഹമായിരിക്കും. അയാളും അയാളുടെ വീടിരിക്കുന്ന സ്ഥലവും അയാൾ താമസിക്കുന്ന സ്ഥലവും അനുഗ്രഹമുള്ളതായി മാറി. പ്രാർത്ഥിക്കുന്ന ഒരു കോവണി നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കും. 2, യാക്കോബിനോട് പറഞ്ഞു, നിന്റെ മക്കൾ മിടുക്കരാകും, എണ്ണത്തിലും കഴിവിലും. യാക്കോബിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു. പ്രാർത്ഥനയുടെ ഒരു കോവണി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. 3, യാക്കോബിനോട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ ഒരു വലുതായി ദേശത്ത് വളർത്തി വ്യാപിക്കും, എല്ലാ വശത്തും നീ എത്തിപ്പെടും. ഭയങ്കര ഒരു വർധനവിന്റെ അഭിഷേകം യാക്കോബിന് കിട്ടി. നോക്കിക്കോ, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കിയോ. ഉൽപ്പത്തി 28-ാം അധ്യായം 10 മുതൽ 19 വരെയുള്ള വചനങ്ങൾ. ഒരു കോവണി അവിടെ എത്തിയപ്പം ഏതെല്ലാം വിധത്തിലേക്ക് ആ ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകിയത്. ഒരു ഭക്തന്റെ ജീവിതത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതുപോലൊരു കോവണിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. കുടുംബത്തിന്റെ ഏതേലും അസ്വസ്ഥതകൾ വിട്ടുമാറാനുണ്ടെങ്കിൽ ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് നമ്മളൊന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കരങ്ങൾ ഉയർത്തരുത്. കരങ്ങൾ ഉയർത്തുമ്പോൾ നമ്മൾ കണ്ണുകൾ അടച്ച് നമ്മുടെ കരങ്ങൾ ഒരു കോവണി പോലെ ഏറ്റവും പരമാവധി ഉയർത്തിപ്പിടിച്ചു നിൽക്കണം. ഇപ്പോഴല്ല, നമ്മൾ ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചേ. യാക്കോബ് ഒരു സ്വപ്നം കണ്ടു, ദർശനം. ഈ ദർശനത്തിന്റെ പ്രത്യേകത, ദൈവദൂതന്മാർ ഇറങ്ങിച്ചെല്ലുന്ന ഒരു കോവണി, ദൈവദൂതന്മാർ കയറിപ്പോകുന്ന ഒരു കോവണി. ഇതുപോലൊരു കോവണി നമ്മുടെ ഭവനത്തിൽ വേണ്ടേ? ആ കോവണിയുടെ പേരാണ് ഒരു വ്യക്തിയുടെ പ്രയർ ലൈഫ്, പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥന എന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ കാര്യമായ വർധനവുണ്ടാക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നയാളാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്റെ കാര്യത്തിൽ ഞാൻ ഒരു സ്റ്റെപ്പും കൂടി ആഴപ്പെട്ടു എന്നാണ്. അങ്ങനെയെങ്കിൽ ഒന്ന് കണ്ണുകളടച്ച്, നിങ്ങളുടെ ഭവനത്തിൽ ഏതെങ്കിലും അസ്വസ്ഥത ഉണ്ട്, എന്നും വഴക്കാണ്, വീട്ടിലൊരു സമാധാനമില്ല, ഒരു യോജിപ്പില്ല, എത്ര പണം കിട്ടിയാലും വീട്ടിൽ കൊണ്ടുവന്ന് വരുമ്പോഴേ 100 ആവശ്യം അത് തീർന്നു, ഒരു തരത്തിലും ഉയർച്ചയില്ല, വളർത്തുമൃഗങ്ങൾക്കാണെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി രോഗം. നിങ്ങളുടെ മണ്ണ്, വീടിരിക്കുന്ന സ്ഥലത്തെ മണ്ണ്, അതിന്റെ ചുറ്റുപാടുകളും വിശുദ്ധീകരിക്കപ്പെടണോ? ഈ നിമിഷം പ്രാർത്ഥിച്ചാൽ ഒരു അത്ഭുതം നടക്കും.